നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ലിജി എതിരേറ്റ്. പ്രധാന വാർത്തകൾ. പാഠം 1 വെള്ളപ്പൊക്കം. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവർ. 12 മാസവും വെള്ളത്തിൽ മുങ്ങി ചേന്നങ്കരി നിവാസികൾ. പഴയ ചാക്കും മുഖ്യന്റെ വാക്കും. പ്രഖ്യാപനങ്ങൾ നടത്തി ഇനിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് മുഖ്യമന്ത്രി ധരിക്കരുതെന്ന് CB ചന്ദ്രബാബു. മദ്യത്തിലും ഇരട്ടത്താപ്പ്. ബാർ അടപ്പിച്ച ബിവറേജസിൽ കച്ചവടം കൊഴുപ്പിക്കുന്ന UDF നയം ഇരട്ടത്താപ്പെന്ന് BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് MR സജീവ്. വാർത്തകൾ വിശദമായി. വർഷത്തിലെ 12 മാസവും വെള്ളത്തിൽ കഴിയുകയാണ് ചേന്നങ്കരിയിലെ 84ഓളം കുടുംബങ്ങൾ. വെള്ളപ്പൊക്കം രൂക്ഷമായതോടുകൂടി ഈ പ്രദേശം പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. കൈനഗിരി പഞ്ചായത്തിലെ 5ാം വാർഡിലെ സ്ഥിതിയാണിത്. വെള്ളം പൊങ്ങിയതോടെ 6ഓളം ചെറുതുരുത്തുകളിലായി കഴിഞ്ഞിരുന്ന 84ഓളം കുടുംബങ്ങൾ ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. വീടിന് പുറത്തേക്കൊന്ന് ഇറങ്ങണമെങ്കിൽ വള്ളത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകി വോട്ട് വാങ്ങി ജയിച്ചു പോകുന്നവരാകട്ടെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. ചേന്നങ്കരി ഭജനമഠം പ്രദേശത്തെ തോടുകൾക്ക് ഇതുവരെ കല്ലുകെട്ടുകൾ പോലും നിർമ്മിക്കുവാൻ അധികാരികൾക്ക് സാധിച്ചിട്ടില്ല. തോടുകൾക്ക് ഇരുവശവും കല്ല് കെട്ടിയാൽ തന്നെ ഇവിടുത്തെ വെള്ളക്കെട്ട് ഒരു പരിധിവരെ തടയുവാൻ സാധിക്കുമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഞങ്ങളുടെ സ്കൂളിന്റെ അവസ്ഥ കണ്ടല്ലോ, ഒരു മഴ പെയ്യുമ്പോൾ തന്നെ വെള്ളമാണ് ഈ ഗ്രൗണ്ടിൽ മുഴുവനും. കുട്ടികൾക്ക് ഇവിടെ എത്തിച്ചേരാനുള്ള അസൗകര്യം ഏറെ. ചുറ്റുപാടും ഒരു തുരുത്ത് പോലെയാണ് ഈ സ്ഥലം. ചുറ്റുപാടും ചെറിയ ചെറിയ കടത്ത് കിടന്നാണ് കുട്ടികൾ ഇവിടെ എത്തിച്ചേരുന്നത്. എത്തിച്ചേരാനുള്ള ബുദ്ധിമുട്ടും പിന്നെ ഓണാഘോഷ പരിപാടികളാണെങ്കിൽ ഈ നാട് മുഴുവൻ സഹകരിച്ചുകൊണ്ടുള്ള ഒരു ഓണാഘോഷ പരിപാടിയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. അതൊന്നും നടക്കാതെ സ്കൂളിന്റെ അവസ്ഥ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഈ വെള്ളം കണ്ടാൽ മതി. പരിസരത്തുള്ള ആൾക്കാരുടെ ദുരിതവും അത് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട. നിങ്ങൾ ഈ ചുറ്റുപാടുമൊക്കെ കണ്ടു കാണും. എല്ലാവരും വീടുകളിൽ വെള്ളമാണ്. ഇത് കഴിഞ്ഞ ഒരു വർഷത്തിനു മുന്നിൽ നമുക്ക് ഇവിടെ ഈ സ്കൂളിനകത്ത് വരെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇവിടുത്തെ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഈ ഗ്രൗണ്ട് പൊക്കിയതിന്റെ ഫലമായിട്ടാണ് ഇപ്പൊ ഇത്രയും വെള്ളത്തിൽ നിൽക്കുന്നത്. വീടും പരിസര പ്രദേശവും വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നതിനാൽ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് നേരിടേണ്ടി വരുന്നത്. പഞ്ചായത്തിലും MLAക്കും MPക്കും പരാതികൾ പലത് നൽകി കാത്തിരിപ്പ് തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും തങ്ങൾക്ക് യാതൊരുവിധ ആനുകൂല്യവും ലഭിച്ചിട്ടില്ലെന്ന് ഇവർ പരാതിപ്പെടുന്നു. ഞങ്ങൾ എന്നും കുന്നും ഈ വെള്ളം കൊണ്ട് ദുരിതം അനുഭവിക്കുന്നവരാ. ഇപ്പോൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും വീടുകൾ വന്ന് നിങ്ങൾ പരിശോധിക്കുകയും അവിടെ ഞങ്ങൾക്ക് മോശമായ സ്ഥലങ്ങളോ അല്ലെ ഞങ്ങളുടെ വീടോ വെള്ളത്തിന്റെ അരയറ്റം വെള്ളത്തിൽ കിടക്കുന്ന ഞങ്ങളുടെ വീട് വന്ന് റെഡിയാക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും സാധിക്കുന്ന ഒരു കാര്യമല്ല. പിന്നെ എന്നാന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് ഞങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞാൽ ഈ അമ്പലത്തുരുത്തെ ഒരു സ്കൂള് ഒരു ക്ഷേത്രം, ഏറ്റവും പ്രധാനമായ 2 കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. അതിന്റെ പുറത്തെ ഞങ്ങൾ ഈ കൃഷി സ്ഥലമായിട്ട് വിട്ടു നിൽക്കുന്ന ഒരു തുരുത്താണ്. അതുകൊണ്ട് ഈ തുരുത്ത് എത്രയും പെട്ടെന്ന് ആരുടെയൊക്കെ ഫണ്ടിൽ നിന്ന് കിട്ടിയാലും കൊള്ളാം, കിട്ടിയില്ലേലും കൊള്ളാം, ഞങ്ങൾക്ക് ഒരൊറ്റ സങ്കടമേ ഉള്ളൂ. ഈ അമ്പലത്തിന്റെ 4 വശം, അതായത് ഈ തുരുത്ത് ഒന്ന് കല്ലുകെട്ട് ഞങ്ങൾക്ക് നടത്തി തന്ന് അതിനൊരു ബണ്ട് സംരക്ഷണം തന്നു കഴിഞ്ഞാൽ ഏറ്റവും സന്തോഷിക്കുന്നു ഞങ്ങൾ. ഈ തുരുത്തേലുള്ള ഇത്രയേ ആളുകൾ ഞങ്ങൾ വളരെയേറെ സന്തോഷിക്കുന്നു. അങ്ങനെ ഒരു സംരംഭം കിട്ടിയാൽ ഞങ്ങൾ എങ്ങനെയും ഞങ്ങളുടെ കാലൊന്ന് ഉണക്കാനായിട്ട് ആ ബണ്ടയിലെങ്കിലും ഒന്ന് കയറിയിരുന്നോളാം. അത്രയേറെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഈ ഭാഗമുള്ള ആളുകൾ ഇന്ന് കഴിഞ്ഞുകൂടുന്നത്. ഭജനമഠം പ്രദേശത്തെ അംഗൻവാടി, LP സ്കൂൾ, ക്ഷേത്രം എന്നിവ വെള്ളത്തിൽ മുങ്ങിയ നിലയിലാണ്. വർഷം മുഴുവൻ വെള്ളത്തിൽ കഴിയുമ്പോഴും കുടിക്കുവാൻ വെള്ളം വേണമെങ്കിൽ സ്വകാര്യ കുടിവെള്ള കമ്പനികൾ തന്നെ ഇവർക്ക് ഏക ആശ്രയം. ഇത്തരത്തിൽ ദുരിതം മാത്രം പറയുവാനുള്ള ഇവരെ ഇനിയെങ്കിലും സംരക്ഷിക്കുവാൻ അധികാരികൾ തയ്യാറാവണം. വർഷത്തിലെ 12 മാസവും വെള്ളത്തിൽ ജീവിക്കേണ്ട അവസ്ഥയാണ് കൈനഗിരിയിലെ ചേന്നങ്കരിയിലെ നിവാസികൾക്ക്. മത്സ്യസമാനമായ ജീവിതത്തിൽ നിന്നും ഇവരെ കരകയറ്റുവാൻ മാറി മാറി വന്ന സർക്കാരുകൾക്ക് സാധിച്ചതുമില്ല. ക്യാമറമാൻ ജിമിച്ചിനൊപ്പം സാനു, KCB ന്യൂസ്. വായിൽ കൊള്ളാത്ത പ്രഖ്യാപനം നടത്തി പൊടിയും തട്ടിപ്പോയ ഉമ്മൻചാണ്ടി കുട്ടനാട്ടിലേക്ക് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി CB ചന്ദ്രബാബു പറഞ്ഞു. കൈനഗിരി നോർത്ത് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധാന്യക്കിറ്റ് വിതരണം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് സമീപം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CB. എല്ലാ പ്രദേശത്തും പ്രളയത്തിന്റെ വെള്ളപ്പൊക്കത്തിന് കരുതിയുണ്ടെങ്കിലും
ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന പ്രദേശത്തെ ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു പദ്ധതിയുടെ ആവിഷ്കരിച്ചത്. വളരെയധികം അത്തരം പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് പിന്തുണച്ചുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇന്നിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. വളരെ രൂക്ഷമായ പ്രളയക്കെടുതി കഴിഞ്ഞ വർഷം കുറച്ചുകൂടി നേരത്തെയായി. അന്ന് 2 മാസത്തോളം കാലം ആ ദുരിതം അനുഭവിക്കുകയുള്ളൂ. ഇപ്പോൾ ഈ ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നേരത്തെ ഉൾപ്പെടെയുള്ള പ്രദേശം സന്ദർശിച്ചു വലിയ പ്രഖ്യാപനമെല്ലാം നടത്തി. അടിയന്തരമായി വെള്ളം വറ്റിക്കുന്നതിന് വേണ്ടി ഡ്രഡ്ജർ അടക്കമുള്ള സംവിധാനം ഇറിഗേഷൻ വകുപ്പിന്റെ തുറമുഖ വകുപ്പിന്റെ കയ്യിലൊക്കെയുള്ള സംവിധാനം ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകൾ കഴിയുന്ന സഹായം എത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. ആഹാരം എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ക്യാമ്പുകളിൽ എത്തുന്ന ആളുകൾക്കൊക്കെ നൽകുമെന്ന് പറഞ്ഞു. ഭരണകക്ഷി നേതാക്കന്മാർ പോലും ഇപ്പോൾ ഗവൺമെന്റിനെ പഠിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UDF ചെയർമാൻ 2-3 തവണ അദ്ദേഹം പരസ്യമായിട്ട് പ്രസ്താവന ഇറക്കി. ഈ ഗവൺമെന്റ് പറഞ്ഞ കാര്യം ഒന്നും ചെയ്തിട്ടില്ല. പ്രഖ്യാപനങ്ങളല്ലാതെ ജനങ്ങൾക്കു വേണ്ടി UDF സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, അഴിമതിക്കാർക്ക് കൊടിപിടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. KK അശോകൻ, AD കുഞ്ഞച്ചൻ, S സുധിമോൻ, PG സനൽകുമാർ, KS അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. സമ്പൂർണ്ണ മദ്യനിരോധനം എന്ന് പറഞ്ഞ് ബാറുകൾ അടച്ച് ബിവറേജിൽ കച്ചവടം നടത്തി ലാഭം കൊയ്യുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പ്രവർത്തനം ഇരട്ടത്താപ്പാണെന്ന് BJP കുട്ടനാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് MR സജീവ്. സമരത്തെ വകവയ്ക്കാതെ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ തുറന്നു പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചാൽ കേരളത്തിലെ മറ്റു സ്ഥലങ്ങളിൽ യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അക്രമ സമര രീതികളിലേക്ക് പോകേണ്ടി വരും. ബാറുകൾ അടച്ചിട്ട് ബിവറേജിൽ കച്ചവടം നടത്തുന്നത് കേരള സമൂഹത്തിന്റെ മനസ്സാക്ഷിയെ ചോദ്യം ചെയ്യുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. നെടുമുടി ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലേക്ക് BJP യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബിവറേജ് മദ്യശാലകൾ അടച്ചുപൂട്ടിക്കൊണ്ട് ഓണക്കാലത്ത് മദ്യമില്ലാത്ത ഒരു നല്ല ഓണം കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമരപരിപാടിയാണ് തുടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ അധികം ബാറുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. KPCCയുടെ പ്രസിഡന്റ് ആദ്യം അടച്ച ബാറുകൾ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായ നിലപാട് സ്വീകരിച്ചപ്പോൾ ഇവിടുത്തെ തുറന്നു വച്ചിട്ടുള്ള ബാറുകാരുമായി കരാറുണ്ടാക്കിയ മുഖ്യമന്ത്രി ഏറ്റവും അവസാനം പിടിച്ചു നിൽപ്പിന് വേണ്ടി 312ഓളം ബാറുകൾ കൂടി അടച്ചുപൂട്ടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറയുന്നത് കേരളത്തിൽ സമ്പൂർണമായ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നാണ്. സമ്പൂർണമായ മദ്യനിരോധനം ഏർപ്പെടുത്തുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ബിവറേജ് ഷാപ്പുകൾ, ഈ ഷാപ്പുകൾ തുറന്നു വെച്ചുകൊണ്ടാണ് സമ്പൂർണമായ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഇത് ഇരട്ടത്താപ്പ് നയമാണ്. ഒരു ഭാഗത്ത് മദ്യം നിരോധിക്കുമെന്ന് പറയുമ്പോൾ ഒരു ഭാഗത്ത് മദ്യശാലകൾ തുറന്നു വെച്ചുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള സമീപനം മുഖ്യമന്ത്രി സ്വീകരിക്കുന്നു. എടത്തുവ ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റിലേക്ക് യുവമോർച്ച നടത്തിയ മാർച്ച് BJP ആലപ്പുഴ ജില്ലാ സെക്രട്ടറി TK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. സമ്പൂർണ്ണ മദ്യനിരോധനമെങ്കിൽ ആദ്യം ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ നിർത്തണമെന്ന് അരവിന്ദാക്ഷൻ ആവശ്യപ്പെട്ടു. AK ആന്റണി ചാരായം നിർത്തലാക്കിയെന്ന് പ്രഖ്യാപിച്ച് 1 മാസത്തിനകം മുഴുവൻ ചാരായങ്ങളും നിർത്തലാക്കുമെന്ന് പറഞ്ഞ ചാരായം മുഴുവൻ നിറത്തിലാക്കിക്കൊണ്ട് കേരളത്തിൽ വ്യാപകമായി വിൽക്കുന്ന കാഴ്ച നാം കണ്ടു. നിറത്തിലാക്കിയ ചാരായം കേരളത്തിന്റെ മുഴുവൻ നിരത്തുകളിലും വിറ്റുകൊണ്ട് ഈ നാട്ടിൽ വീണ്ടും മദ്യവിപത്തുണ്ടാക്കുന്ന ഒരു സംവിധാനമാണ് ആന്റണിയുടെ കാലഘട്ടത്തിൽ നാം കണ്ടത്. അതേ കാലഘട്ടത്തിൽ തന്നെ നാം കണ്ടതാണ് കല്ലുവാക്കലെ താത്തയെയും മണിച്ചനെയും ഉൾപ്പെടെയുള്ള നിരവധി മദ്യ മാഫിയ രാജാക്കന്മാരെ കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം വളർത്തിയെടുത്തത് കാഴ്ച നാം കണ്ടതാണ്. ജനകീയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തകഴി ബിവറേജസ് ഔട്ട്ലെറ്റിന് മുൻപിൽ ധർണ സംഘടിപ്പിച്ചു. സമ്പൂർണ്ണ മദ്യനിരോധനം ആവശ്യപ്പെട്ടാണ് ജനകീയ ധർണ സംഘടിപ്പിച്ചത്.
ഫാദർ മാത്യു മണക്കുന്നേൽ ധർണയ്ക്ക് നേതൃത്വം നൽകി. നിരവധി പ്രദേശവാസികൾ സമരത്തിൽ പങ്കെടുത്തു. തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് EN രാധാകൃഷ്ണപിള്ള ധർണ ഉദ്ഘാടനം ചെയ്തു. എത്രയും പെട്ടെന്ന് കൂട്ടിത്തരണമെന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും ബഹുമാനപ്പെട്ട എക്സൈസ് മന്ത്രിയോടും ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റിനോടും ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിക്കും ഫാക്സ് സന്ദേശം അയക്കാൻ ഞങ്ങൾ അപ്പോൾ തന്നെ തീരുമാനമെടുത്ത് ഫാക്സ് സന്ദേശം അയക്കുകയുണ്ടായി. തുടർ നടപടികൾക്ക് വേണ്ടിയുള്ള നടപടികൾ ഞങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ഈ ഔട്ട്ലെറ്റ് എത്രയും പെട്ടെന്ന് കൂട്ടണം എന്നുള്ള ആവശ്യത്തിന്മേൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. കൈനഗിരി ബേക്കറി പാലത്തിന് അധികരിച്ച നിരക്കും അനുവദിച്ചതായി തോമസ് ചാണ്ടി MLA. നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൈനഗിരി ബേക്കറി പാലത്തിന് കുട്ടനാട് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തി 53 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. എന്നാൽ ഈ തുക അപര്യാപ്തമായതിനാൽ ടെൻഡർ ചെയ്തിട്ടും കരാറുകാർ പണി ഏറ്റെടുത്തിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് എസ്റ്റിമേറ്റ് നിരക്കിനേക്കാൾ 36.43% തുക അധികം അനുവദിച്ചതെന്നും തോമസ് ചാണ്ടി MLA വ്യക്തമാക്കി. കൈനഗിരി നിവാസികളുടെ ചിരകാല അഭിലാഷത്തിന് ഇതോടെ തീരുമാനമാകും. ഓണം കഴിഞ്ഞാൽ ഉടൻ തന്നെ എഗ്രിമെന്റ് വെച്ച നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 15 കോടി ചിലവഴിച്ച് തിരുവനന്തപുരത്ത് ദുരന്ത നിവാരണ എമർജൻസി സെൽ രൂപീകരിക്കുമെന്ന് മന്ത്രി അടൂർ പ്രകാശ്. വെള്ളപ്പൊക്കം അടക്കമുള്ള പ്രകൃതി ദുരന്തങ്ങളെ അതിജീവിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആലപ്പുഴയിൽ സെൽ രൂപീകരിച്ചതെന്നും മന്ത്രി പറഞ്ഞു. ദുരന്ത നിവാരണ സെൽ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അടൂർ പ്രകാശ്. 4 വകുപ്പുകളെ സംയോജിപ്പിച്ചുകൊണ്ട് നാം നേരിടുന്ന ദുരന്തങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുവാൻ കഴിയും എന്നതിനെക്കുറിച്ച് ഒരു ഏകോപനം ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ ഉള്ള ജില്ലാ എമർജൻസി ഓപ്പറേഷൻ സെന്ററുകൾ നമ്മുടെ സംസ്ഥാനത്തെ 14 ജില്ലകളിലും നടപ്പാക്കുവാൻ ഗവൺമെന്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ആദ്യ സംരംഭമാണിത്. KC വേണുഗോപാൽ MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U പ്രതിഭാഹരി, ഡോക്ടർ ശേഖർ, ADM ആന്റണി ഡൊമിനിക് എന്നിവർ സംസാരിച്ചു. ഇനിയുള്ള വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. KCV വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി. സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ. പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി മാത്രമല്ല, 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജുവലറി, മുല്ലയ്ക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. 29ാമത് ദേശീയ അന്ധതാ നിവാരണ പരിപാടിയുടെ നേത്രദാന സമാഹരണ ആലപ്പുഴ ജില്ലാതല സമാപനം എടത്തുവായിൽ നടന്നു.
എടത്തുവ ഗവൺമെന്റ് ആശുപത്രിയിലാണ് സമാപന സമ്മേളനം നടന്നത്. മകന്റെ മരണശേഷം കണ്ണുകൾ ദാനം ചെയ്ത പിതാവിനെ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ ആരോഗ്യ കുടുംബക്ഷേമ സമിതി, അന്ധതാ നിവാരണ സേന, സാമൂഹ്യ ആരോഗ്യ വകുപ്പ്, എടത്തുവ ഗവൺമെന്റ് ആശുപത്രി എന്നിവയുടെ നേതൃത്വത്തിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു പ്രതിഭാഹരി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രശസ്ത താരം ഒരു വാർത്ത എഴുതിയിരിക്കുന്നു, ഉപദ്രവിക്കില്ലേ എന്റെ കുഞ്ഞിനെ ഉപദ്രവിക്കില്ല, ഒരു വാർത്ത. ഇന്നത്തെ ഏറ്റവും ഹോട്ട് ന്യൂസ് അതായിട്ട് മാറുകയാണ്. ഇന്ന് ചർച്ചയാണ് സോഷ്യൽ മീഡിയയിലൂടെ. അത്തരം കാര്യങ്ങൾ എന്തിനാണ് നമ്മുടെ പൊതുസമൂഹത്തിലേക്ക് വരുന്നതെന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. നിങ്ങളുമൊക്കെ ആലോചിക്കാറുണ്ടല്ലേ? അതേസമയം വലിയ കല്ലേറ് കൊള്ളുന്നവരാണ് ജനപ്രതിനിധികൾ. വലിയ കല്ലേറാണ്. ഞങ്ങളൊക്കെ എപ്പോഴും ഇത്തരം ക്യാമ്പയിൻ മാത്രമാണ് ലക്ഷ്യമിടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുമല്ലേ, മാനവസേവ മാധവസേവ എന്നുള്ള രൂപത്തിലേക്ക് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഞങ്ങളൊക്കെ അത് ചെയ്യാറുണ്ട്. പക്ഷെ പലപ്പോഴും കാഴ്ചയുള്ളവർ അല്ലെ കേൾവിയുള്ളവർ അതിനെയൊക്കെ തെറ്റായ രൂപത്തിലേക്ക് കാണുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ഒരു പ്രയാസം. ശരിയായി കാണാൻ കഴിയുന്നില്ല. കാഴ്ചയുണ്ടെങ്കിലും കേൾവിയുണ്ടെങ്കിലും ശരിയായി കേൾക്കാൻ കഴിയുന്നില്ല. നല്ല തലച്ചോറുണ്ടെങ്കിലും ശരിയായി ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു സമൂഹത്തിൽ ശരിയായി കാണാൻ, ശരിയായി കേൾക്കാൻ, ശരിയായി ചിന്തിക്കാൻ, ഈ പൊതുസമൂഹത്തിനെ നേരെ നടക്കാൻ, അവരെ പാകപ്പെടുത്താൻ, ആ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഒക്കെ തന്നെയാണ്. കെ എൽ ബിന്ദു അധ്യക്ഷയായി. മോൻസി സോണി, അഡ്വക്കേറ്റ് ജേക്കബ് എബ്രഹാം, ബിൻസി ജോജി, ഡോക്ടർ പി എസ് മുരളീധരൻ, ഡെപ്യൂട്ടി ഡിഎംഒ ജേക്കബ് വർഗീസ് എന്നിവർ സംസാരിച്ചു. മലയാളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര സംഗീത സംരംഭമായ ഈണം ഓൺലൈൻ സംഗീത കൂട്ടായ്മയുടെ 7ാമത് ഓണം സംഗീത ആൽബം സ്വപ്നഗീതങ്ങൾ പുറത്തിറക്കി. മങ്കൊമ്പ് ബ്രൂക്ക് ഷോർ റിസോർട്ടിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചലച്ചിത്ര ഗാനരചയിതാവ് ബി ആർ പ്രസാദ് പ്രകാശന കർമ്മം നിർവഹിച്ചു. കോപ്പിറൈറ്റ്, റോയൽറ്റി വിമുക്ത സംഗീതം എന്ന ആശയം ഉൾക്കൊണ്ട് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരു കൂട്ടം സംഗീതപ്രേമികളുടെ കൂട്ടായ്മയാണ് ഈണം. പൂർണ്ണമായും ഇന്റർനെറ്റിന്റെ സഹായത്തോടെയാണ് ആൽബത്തിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയത്. പ്രമുഖ ചലച്ചിത്ര പിന്നണി ഗായകരായ ജി വേണുഗോപാൽ, കൃഷ്ണചന്ദ്രൻ, ദിവ്യ മേനോൻ തുടങ്ങിയവരാണ് ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത്. ഗാനരചനയും സംഗീത സംവിധാനവും നിർവഹിച്ച ജി നിഷികാന്ത്, ടീം കോഓർഡിനേറ്റർ ദിലീപ് ഗോപിനാഥ്, സതീഷ് കുമാർ, ഷാജി കെ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഈണം ടീമിന്റെ കൂടെയാണ് KCVയുടെ ഇത്തവണത്തെ ഓണാഘോഷം. ഈണത്തിന്റെ പാട്ടുകളും വിശേഷങ്ങളും കേൾക്കാം തിരുവോണനാളിൽ രാവിലെ 11 മണിക്ക് KCVയിൽ. ഓണമായാൽ പാടാതിരിക്കാൻ വയ്യ മലയാളിക്ക്. കാരണം ഓണപ്പാട്ടിൻ്റെ സംസ്കാരത്തിൽ നിന്നാണ് മലയാളിത്തമുണ്ടായി വന്നത്. അതുകൊണ്ട് തന്നെ ലോകമെമ്പാടുമുള്ള മലയാളി അവൻ്റെ ഗ്രഹാതുരത്വ സങ്കല്പങ്ങളോടനുബന്ധിച്ച് ഓണത്തിൻ്റെ ഭാവുകത്വങ്ങളെ തൻ്റെ വരികളിലൂടെ ഇണക്കിച്ചേർക്കുമ്പോൾ മറ്റൊരു രാജ്യത്തിരുന്ന്, മറ്റൊരു ഭാഗത്തിരുന്ന്, മറ്റൊരു വൈകാരിക മുഹൂർത്തത്തിലൂടെ അതിന് ഈണം നൽകുകയും വേറൊരു രാജ്യത്തിരുന്ന് വേറൊരു ഭാവത്തിലൂടെ ഒരു ഗായകൻ അതിന് ഭാവാലാപനം നിർവഹിക്കുകയും ചെയ്യുമ്പോൾ അതൊന്നിച്ച് മലയാളിയുടെ മനസ്സിലേക്ക്, ആസ്വാദകൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നൊരു നവ്യാനുഭവമായിരിക്കും. അതുകൊണ്ട് കുട്ടനാടിൻ്റെ സാംസ്കാരിക പൊലിമയിലേക്ക് ഈ ഗോളാന്തര വൈവിധ്യത്തിൻ്റെ സൗഹൃദം ഓണം വിത്ത് ഈണം എന്ന പരിപാടിയായി നിങ്ങളിലേക്ക് എത്തിച്ചേർക്കുന്നു KCV. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ എത്തിച്ചേർന്ന അതിഥികളെ നമുക്ക് പരിചയപ്പെടാം. അവർ അതിഥികളല്ല, കലാകാരന്മാരാണ്. ഓണം വിത്ത് ഈണം KCVയിൽ തിരുവോണനാളിൽ. ചുംബനം നൽകുമോർമതൻ തുമ്പിയായി പണ്ട് കുഞ്ഞിളം കാൽവരച്ചുര പൂക്കളങ്ങളിൽ പുൽകുവാൻ നമ്മുടെ നാടിന്റെയും പാരമ്പര്യത്തിന്റെയും തനിമയുടെയും ബഹുസ്ഫുരണങ്ങളാവണം കലാരൂപങ്ങളെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു.
ഓണം എന്നും മലയാളികളുടെ ഗൃഹാതുരത്വത്തിന്റെ സ്പന്ദനങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴ നീലിമ വിദ്യാഭവനിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ വിദ്യാർത്ഥികൾക്ക് സമ്മാനദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത കവിയും ചിന്തകനുമായ പുന്നപ്ര ജ്യോതികുമാർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ആലപ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രിൻസിപ്പൽ സിബി ജോർജ് തോട്ടുങ്കൽ ചടങ്ങിൽ അധ്യക്ഷനായി. അധ്യാപകരായ ആന്റണി പൊള്ളത്തൈ, ജോസ് മാത്യു എന്നിവർ ഓണാഘോഷ പരിപാടിക്ക് നേതൃത്വം നൽകി. ആലപ്പുഴയിൽ 9 കോടി രൂപ മുടക്കി ഡ്രൈ ഡോക്യാർഡ് നിർമ്മിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി കെ ബാബു. ആലപ്പുഴ തുറമുഖത്തിന്റെ വികസനത്തിനായി കാര്യമായ നടപടിയെടുക്കാത്തതിൽ ദുഃഖമുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴ തുറമുഖ തൊഴിലാളികൾക്കുള്ള ധനസഹായ വിതരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിൽ ആദ്യഘട്ടം എന്നുള്ള നിലയിലാണ് ഇവിടെ ഇൻലാൻഡ് മറീനയും അതുപോലെ ഈ കടൽത്തീര വികസനവും ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രോജക്ട് ഉടനെ ചെയ്യാൻ ആലോചിക്കുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴയില് ബോട്ടുകൾ ധാരാളം ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വർഷത്തിലൊരിക്കൽ അവര് ഡ്രൈ ഡോക്കിംഗ് നടത്തണം. അതിന് എമർജിംഗ് കേരളയിൽ വെച്ച ഒരു പ്രോജക്ട് ഡ്രൈ ഡോക്കിംഗ് PPP അടിസ്ഥാനത്തിൽ നടപ്പാക്കാനുള്ള ഒരു പ്രോജക്ട് ഇപ്പൊ ഒരു പങ്കാളിയെ കിട്ടിയിട്ടുണ്ട്. 50% സംസ്ഥാന ഗവൺമെന്റും 50% PPP പാർട്ണറും മുടക്കുകയും 50% വീതം പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്ന തക്കത്തിലൊരു പദ്ധതിക്ക് ഇപ്പൊ ധാരണയായിട്ടുണ്ട്. ഇന്ന് അതിന്റെ ഒരു യോഗം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് കൂടുതൽ പരിശോധന വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ബോട്ട് ഉടമകൾക്ക് തുറമുഖ തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായമായി 5000 രൂപയും 2 ആഴ്ചത്തെ സൌജന്യ റേഷനുമാണ് നൽകിയത്. ആലപ്പുഴ തുറമുഖ ഓഫീസിൽ നടന്ന പരിപാടിയിൽ സെക്രട്ടറി ബി അൻസാരി അധ്യക്ഷനായി. എ ഷുക്കൂർ, NK ഗോപാലൻ, ആലപ്പുഴ പോർട്ട് ഓഫീസർ KR വിനോദ് എന്നിവർ സംസാരിച്ചു. സഹകരണ സംഘങ്ങൾക്ക് സബ്സിഡി സാധനങ്ങൾ അനുവദിക്കുക, കൺസ്യൂമർ ഫെഡിന്റെ ചിറ്റമ്മ നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആലപ്പുഴ ജോയിന്റ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള പ്രൈമറി കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷൻ നേതൃത്വത്തിലാണ് മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ചിനെ തുടർന്ന് നടന്ന ധർണ അഡ്വക്കേറ്റ് വി രാജശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. വിലക്കയറ്റ വിരുദ്ധ വിപണികൾ സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ ഏർപ്പെടുത്തിക്കൊണ്ട് വിലക്കയറ്റം പിടിച്ചു നിർത്തുക എന്നുള്ള ഒരു പ്രക്രിയയാണ് 2006 മുതൽ 2011 വരെയുള്ള LDF ഗവൺമെന്റ് സ്വീകരിച്ച നടപടി. ആ കാലത്ത് കേന്ദ്ര പാർലമെന്റിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു, വിലക്കയറ്റം തടഞ്ഞു നിർത്തണമെന്ന് പാർലമെന്റ് അംഗങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ നമ്മുടെ സഹകരണ വകുപ്പിന്റെ ചുമതലയുള്ള കൃഷി വകുപ്പ് മന്ത്രി പറഞ്ഞു, വിലക്കയറ്റം പിടിച്ചു നിർത്താൻ തന്റെ കയ്യിൽ മാന്ത്രിക വടിയൊന്നുമില്ല, ഇതൊരാഗോള പ്രതിഭാസമാണ്, അതുകൊണ്ട് വിലക്കയറ്റം ഉണ്ടാവുക സ്വാഭാവികമാണ് എന്ന് പറഞ്ഞു ഒഴിഞ്ഞു. പക്ഷേ കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി നമ്മുടെ MLA കൂടിയായ ശ്രീമാൻ G സുധാകരൻ എങ്ങനെയാണ് വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി വിലക്കയറ്റം പിടിച്ചു നിർത്താൻ കഴിയുന്നത് എന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുത്തു. പ്രാഥമിക സഹകരണ സംഘങ്ങളെ ഈ രംഗത്തേക്ക് ഇറക്കി. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി PV മനോഹരൻ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ D സുധീഷ്, ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വൈശ്യംഭാഗം ഗവൺമെന്റ് LP സ്കൂളിലെ ഓണാഘോഷവും അധ്യാപക ദിനാഘോഷവും നടന്നു. ഇതോടനുബന്ധിച്ച് മുതിർന്ന അധ്യാപകരെ ആദരിച്ചു. ആലപ്പുഴ സബ് കളക്ടർ D ബാലമുരളി IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV മുരളി അധ്യക്ഷനായി. പ്രഥമാധ്യാപിക C ലീലാമണിയമ്മ, റോബർട്ട് ജോൺസൺ, KP അനിയപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടനാടിന്റെ ഓണം വെള്ളത്തിലാക്കിയ ഇറിഗേഷൻ വകുപ്പിനെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ജനകീയ വിചാരണ ചെയ്യണമെന്ന് കുട്ടനാട് വികസന ഏജൻസി വൈസ് ചെയർമാൻ വെളിയനാട് മാത്തച്ചൻ പറഞ്ഞു. മഴവീഴ്ചയും കൃഷിനാശവും വെള്ളപ്പൊക്കവും നിമിത്തം കുട്ടനാട്ടിലെ കർഷകരും കർഷക തൊഴിലാളികളും പട്ടിണിയിലാണ്. പാടശേഖരങ്ങളുടെ പുറംബണ്ടിൽ താമസിക്കുന്നവരുടെ വീടിനുള്ളിൽ ഇപ്പോഴും 4 അടിക്ക് മേൽ വെള്ളമാണ്. ഈ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ സബ്സിഡി കൂടി വെട്ടിക്കുറയ്ക്കുന്നത് നീതീകരിക്കാനാവില്ലെന്നും മാത്തച്ചൻ പറഞ്ഞു. മിത്രക്കരി പടിഞ്ഞാറ് SNDP യൂണിയന്റെ ശ്രീനാരായണ ഗുരുദേവ പ്രതിഷ്ഠയും ഗുരുമന്ദിര സമർപ്പണവും ശനിയാഴ്ച രാവിലെ 8-ന് നടക്കും. കമലാസനൻ ശാന്തികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ ധർമ്മവ്രത സ്വാമികൾ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കും.
ചരമവാർത്തകൾ. കൈനഗിരി തോട്ടുവാത്തല മേപ്പള്ളിൽ മൂന്നുപറയിൽ റിട്ടയർഡ് SI MC ജോസഫ് നിര്യാതനായി 66 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച 10:30 തോട്ടുവാത്തല തിരുഹൃദയ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാഠം 1 വെള്ളപ്പൊക്കം. കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവർ. 12 മാസവും വെള്ളത്തിൽ മുങ്ങി ചേന്നങ്കിരി നിവാസികൾ. പഴയ ചാക്കും മുഖ്യന്റെ വാക്കും. പ്രഖ്യാപനങ്ങൾ നടത്തി ഇനിയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാമെന്ന് മുഖ്യമന്ത്രി ധരിക്കരുതെന്ന് CB ചന്ദ്രബാബു. മദ്യത്തിലും ഇരട്ടത്താപ്പ്. ബാർ അടപ്പിച്ച ബിവറേജസിൽ കച്ചവടം കൊഴുപ്പിക്കുന്ന UDF നയം ഇരട്ടത്താപ്പെന്ന് BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് MR സജീവ്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.